ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഒരു ഗ്രീൻ ചിക്കൻ കറിയാണിത്. നമ്മൾ കൂടുതലും മുളക് പൊടിയൊന്നും ചേർക്കാതെ, കൂടുതലല്ല ഒട്ടും മുളക് പൊടി ചേർത്തിട്ടില്ല, മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ ഉലുവയില, കറിവേപ്പില ഇതെല്ലാം കൂടി അരച്ചിട്ടാണ് നമ്മൾ ഒരു സ്പെഷ്യൽ മെത്തേഡിലാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടി ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള പോലെ വലുപ്പത്തിൽ പീസാക്കി എടുക്കാം. വലുതായാലും കുഴപ്പമില്ല, ചെറുതായാലും കുഴപ്പമില്ല. ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കുള്ള ഇലകളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. മല്ലിച്ചപ്പുണ്ട്, പുതിനയുണ്ട്, കറിവേപ്പിലയുണ്ട്. ഈ ഉണങ്ങിയിരിക്കുന്നത് ഉലുവയുടെ ഇലയാണ്. ഉലുവയുടെ ഇല ഉണങ്ങിയത് നമുക്ക് കസൂരി മേത്തി എന്ന പേരിൽ വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് ഒരു 4-5 എണ്ണം ഉണ്ട്, കുരുമുളക്, പെരിഞ്ജീരകപ്പൊടി, ഏലക്ക ഒരു 3 എണ്ണം ഉണ്ട്, ചെറിയൊരു കഷ്ണം പട്ട. കുരുമുളക് പൊടിയായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള. മുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു തക്കാളി ഇടുന്നുണ്ട്. പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ, മുളക് പൊടി ഇടുന്നില്ല. സവാള തീരെ ചെറുത് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്, സ്ക്വയറായിട്ട് കട്ട് ചെയ്തത്. ചിക്കനിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കുക്കറിൽ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുകയാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി അരിയണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. എരിവിന് നമുക്ക് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉള്ളൂ, മുളക് പൊടി ഇടുന്നില്ല. വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. തക്കാളി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഈ എണ്ണയിലേക്ക് ആവും. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും എടുക്കുക. പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ സവാള നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല, നമുക്കെല്ലാം കൂടി അരച്ചെടുക്കാനുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ആദ്യം ഇടാൻ കാരണം കുറച്ചധികം സമയം വേവേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. സോ നമ്മൾ ആദ്യം അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കറിയാണ്. മുളക് പൊടി ഒട്ടും നമ്മൾ ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ കുരുമുളക്, പച്ചമുളക് ഇതെല്ലാമാണ് ചേർക്കുന്നത്. നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നമ്മളിതാ അണ്ടിപ്പരിപ്പ്, കുരുമുളക്, ഏലം, പട്ട ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ പെരിഞ്ജീരകം കൂടിയുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കില്ല, കാരണം പൊടിയാണ്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കാത്തത്. ഇനി മുഴുവൻ പെരിഞ്ജീരകമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഈ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. പൊടി ഞാൻ അവിടെ മാറ്റി വയ്ക്കുകയാണ്. എല്ലാം ഉണങ്ങിയിട്ടുള്ള ഐറ്റംസ് ആയത് കാരണം ഏലം പട്ടയൊന്നും അധിക സമയം ഈ എണ്ണയിൽ കിടക്കണം എന്നില്ല. ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് ബ്രൗൺ കളറും അങ്ങനെയൊന്നും ആവണ്ട. ഇനി നമ്മൾ ഈ ഇലകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. മല്ലിച്ചപ്പ് ഒരു പിടിയാണുള്ളത്. മല്ലിച്ചപ്പ് എത്രയാണോ ഉള്ളത് അതിൻ്റെ പകുതിയാണ് നമ്മൾ പുതിന എടുക്കുക. കറിവേപ്പില ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. കസൂരി മേത്തി ഞാൻ മാറ്റി വെച്ചു, നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, കാരണം ഉണങ്ങിയതാണ്. ഇനിയിപ്പോൾ ചിലരുടെയെങ്കിലും വീട്ടിൽ ചിലപ്പോൾ ഉലുവയില ഉണ്ടാവും, പച്ച എണ്ണ ഉണ്ടാവും. പച്ച ഉണ്ടെങ്കിൽ അത് ഈ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയത് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, കസൂരി മേത്തി എന്ന് പറഞ്ഞിട്ട്. അതാണിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ശരിക്കും അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്, ഈ കസൂരി മേത്തിയാണ്. അത് സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായിട്ടും വേണം. ഇലയൊക്കെ ഒന്ന് വാടിയാൽ മതി, ഒരുപാട് സമയം ഓയിൽ കിടക്കണം എന്നൊന്നുമില്ല. എല്ലാം ഒന്ന് ആയതിന് ശേഷം ഞാൻ കസൂരി മേത്തി ഇട്ട് കൊടുത്തു, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ആ ചൂടായ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക.
മല്ലിച്ചപ്പൊക്കെ കുറച്ചധികം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, കാരണം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പച്ച കുരുമുളക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിപ്പോൾ ഉണങ്ങിയതാണ് ഇട്ടത്. ഇനി നമ്മളിതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം അരച്ചാൽ മതി, ഉടനെ തന്നെ അരയ്ക്കണ്ട. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം, ഒന്നും ബാക്കി വരാത്ത രീതിയിൽ അരയ്ക്കണം. വീണ്ടും നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആവണം. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവന്നത് ബട്ടർ ഉരുകി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കാൻ. തക്കാളിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് അരിഞ്ഞോളും. ഇപ്പോൾ ഇത് ശരിക്കും ഒരു ഗ്രീൻ കളറാണ്. ഇനി നമ്മൾ ആ ചിക്കൻ ചേർക്കുമ്പോഴാണ് ചെറുതായിട്ടൊരു യെല്ലോ കളർ വരുന്നത്, കാരണം നമ്മൾ ചിക്കനിൽ കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഇപ്പോൾ ശരിക്കും ഗ്രീൻ കളറിലാണുള്ളത്. ഗ്രീൻ ചിക്കൻ കറിയാണിത്. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു. കംപ്ലീറ്റ് വേണമെങ്കിൽ ബട്ടർ തന്നെ യൂസ് ചെയ്യാം. ഈ കൂട്ട് ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിൽ വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഒന്ന് പോയിക്കോട്ടെ, കാരണം തക്കാളിയിലെ വെള്ളം കുറച്ച് അതിലുണ്ടാവും. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കുക. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചത്. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ വേവാനൊന്നുമില്ല, പക്ഷേ ഈ മസാലകളെല്ലാം ഈ ചിക്കൻ പീസിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കണം. ഉപ്പ് ചിക്കനിലേക്ക് ഓൾറെഡി പിടിച്ചിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ഈ അരച്ച മസാലകളൊന്നും അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് ഇത്. തിക്നെസ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാക്കാം. ഇപ്പോൾ കണ്ടോ, ഏകദേശം ഒരു മഞ്ഞ കളറിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഒരു 4-5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. അപ്പം മാത്രമേ ഈ മസാലയുടെ ടേസ്റ്റൊക്കെ ഈ ചിക്കൻ പീസിലേക്ക് പിടിക്കുള്ളൂ. ചിക്കൻ വേവ് കൂടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, അങ്ങനെ പെട്ടെന്ന് വേവ് കൂടിപ്പോകുന്നില്ല. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടാണ് ചിക്കൻ വേവിച്ചിട്ടുള്ളത്, എന്നാൽ പോലും ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്, കാരണം നമ്മൾ സവാളയെല്ലാം അരച്ചത് കാരണം കറി ഒന്ന് പെട്ടെന്ന് തിക്കായിട്ട് വരും. ഇനി നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം, വെള്ളമൊന്നും അധികം ഒഴിക്കാതെ നല്ല കട്ടിയിൽ വേണം എടുക്കാൻ. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കാതെ വേണം എടുക്കാൻ, കാരണം നമ്മൾ ഏറ്റവും അവസാനമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇത് തിളപ്പിച്ച് കുറുക്കിയെടുക്കാനൊന്നുള്ള സമയമില്ല. തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ തന്നെ കറി റെഡിയായി. നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു കറിയാണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല, തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ചാൽ കറി റെഡിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കാതെ വേണം ചെയ്യാൻ. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അതുപോലെ അപ്പത്തിൻ്റെ കൂടെ, നെയ്ച്ചോറിനെല്ലാം നല്ല കോമ്പിനേഷനാണ്. നമ്മൾ മഞ്ഞൾ ചേർത്തത് കാരണമാണ്, മഞ്ഞൾ അത്യാവശ്യം ചേർത്തത് കാരണമാണ് മഞ്ഞ കളറിലിരിക്കുന്നത്. നോർമലി ഒരു ഗ്രീൻ കളർ കറിയാണിത്. ശരിക്കും നമ്മൾ സാധാരണ പോലെ ചെയ്തെടുക്കുന്നതിനേക്കാളും ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നല്ലൊരു സ്മെല്ലും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.